സുസ്ഥിരമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണമെങ്കിൽ ഉദാത്ത ചിന്താഗതിയുള്ള നേതാക്കൾ ഉണ്ടാകണമെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ടയിലെ ലെക്ചറർ ഗബ്രിയേല ബോഡ. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ ആരംഭിച്ച ദ്വിദിന അന്തർദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. സുസ്ഥിരമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണമെങ്കിൽ നല്ല ഉദാത്തമായ ചിന്താഗതിയുള്ള നേതാക്കൾ ഉണ്ടാകണമെന്നും നാളെക്കുറിച്ച് ചിന്തയില്ലാത്ത അധികാരികളാണ് സുസ്ഥിര വികസനത്തിന് വിഘാതം ഉണ്ടാക്കുന്നതെന്നും ഇന്ത്യയിലെയും കേരളത്തിലെയും ഭരണാധികാരികൾ ഉയർന്ന ചിന്താഗതികൾ ഉള്ളവരാണെന്നും യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ടയിലെ ലെക്ചറർ ഗബ്രിയേല ബോഡ പറഞ്ഞു. കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിൽ ആരംഭിച്ച ദ്വിദിന അന്തർദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. നമുക്കും നമ്മുടെ മക്കൾക്കും നല്ല ഒരു ഭാവിയും ശുദ്ധമായ വായുവും വെള്ളവും വേണമെന്ന ചിന്ത ഏവർക്കും ഉണ്ടാകണമെന്നും അവർ കൂട്ടിച്ചേർത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ അധ്യക്ഷത വഹിച്ചു. ബാംഗ്ലൂർ സ്കൂൾ ഓഫ് പോളിസി ആൻഡ് ഗവേണൻസ് ഡയറക്ടർ ശ്രീലത കൃഷ്ണൻ, പട്യാല പഞ്ചാബി യൂണിവേഴ്സിറ്റി പ്രൊഫസർ അജിത ഡി സിംഗ്, സുസ്ഥിര ഫൗണ്ടേഷൻ ആൻഡ് ഭാവ ഇന്ത്യ സഹസ്ഥാപക ദീപ അനന്തപത്മനാഭൻ, സമ്മേളന കോർഡിനേറ്റർ ഡോക്ടർ ഡയാന ആൻ ഐസക്, കൺവീനർ ഡോക്ടർ പുതുമ ജോയ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ ഭാവി തലമുറയ്ക്കായി വിഭവങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്ന സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ചുള്ള അന്തർദേശീയ സമ്മേളനം കൊമേഴ്സ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, ബിവോക് വിഭാഗങ്ങൾ ചേർന്നാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 2 ദിവസത്തെ സമ്മേളനത്തിൽ സുസ്ഥിര വികസനവും നവീകരണവും എന്ന വിഷയത്തിൽ അന്തർദേശീയ സംവാദങ്ങളും വാണിജ്യം, സാമ്പത്തിക ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രങ്ങൾ, പരിസ്ഥിതി പഠനം, കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത നിവാരണവും മാനേജ്മെന്റും, ആരോഗ്യം, ഫിറ്റ്നസ്, സംസ്കാരം, നവീന സാങ്കേതികവിദ്യകൾ എന്നിവയെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും പ്രമുഖരായ വിദഗ്ധരും ഗവേഷകരുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.